വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സർവീസ് ഗെയിമിംഗ്. നാളെ നമ്മളെ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ 6th എപ്പിസോഡാണ്. നമ്മളിന്ന് നമ്മളെ ബേസിൽ നല്ല പ്രോഗ്രസ് ആയിരുന്നു. നമ്മൾ കാണിച്ചു തരാം. നമ്മൾ ഇന്നത്തെ കണ്ടോ, ഫുള്ള് ഗ്ലാസ് ഇട്ട് നമ്മളിവിടെ ചെയ്ത്. ഇത് ഞാൻ പെട്ടെന്ന് തന്നൊരു ഐഡിയ ആണ്. ഞാൻ പിന്നെ കുറേ മൈൻഡ് ചെയ്ത് എൻ്റെ ലിപ്പരുന്ന 2 സ്റ്റേക്ക് സാൻഡ് ഇരിപ്പുണ്ട്. നല്ല പണിയായിരുന്നു. ഞാൻ 1 മണിക്കൂർ കുത്തിയിരുന്ന് കളിച്ചിട്ടാണ് ഇത്ര സെറ്റപ്പായി. ഒരു മിനിറ്റ് പിന്നെ നമ്മളെ മൈക്കി കൊണ്ട് ചത്തുപോയി. പുതിയ മൈക്കി കൊണ്ട് എത്തിച്ചാലേ എന്താ പറയുന്നത്? യെസ്, ഐ നോ യുവർ മൈൻഡ്. മൈക്കി കൊണ്ട് ചത്തെന്ന് പറഞ്ഞ് പുതിയൊരാളെ കൊണ്ടുവരാതിരുന്നാൽ നിങ്ങൾക്ക് വിഷമമാവും. അതുകൊണ്ട് പിന്നെ മൈക്കി കുഞ്ഞില്ല. മൈക്കി ചത്ത സ്ഥിതിക്ക് നമ്മൾ യവനെ നമ്മളെ പുതിയ പെറ്റായിട്ട് ഏറ്റെടുക്കാൻ പോകുന്നു. മെനു പെറ്റീസ് യവൻ്റെ പേര് കമൻറ്റ് ബോക്സിൽ സജസ്റ്റ് ചെയ്തേക്കേ. മൈക്കിക്ക് പകരം ഇനി യവനായിരിക്കും നമ്മളെ പൈസ കിടക്കാൻ പോണം. അവൻ മോട്ടറാ ആളാ, നമ്മളെ ബേസ് പോവാം. ഇവനെ നമ്മൾ ഇതിൻ്റെ മുണ്ടേ കൂടെയൊക്കെയാണ് കൊണ്ടുപോകണം. ഇവിടെ കൂടെ കയറി മൈക്കി കൊണ്ടിൻ്റെ റീപ്ലേസ്മെൻറ്റ് ഇസ് ഹിയർ നൗ അറ്റ് മൈ ഹോം ആൻഡ് ഹിസ് നെയിം ഈസ് ലാമക്കുട്ടൻ. കം ഓൺ ബ്രോ, ദിസ് ഈസ് യുവർ ന്യൂ ഹോം ബ്രോ. നമ്മളെ മൈക്കി കൊണ്ട് വരുന്നത് ഇവരെയും കൂടെ പിടിച്ചുകൊണ്ട് വന്നിരുന്നു. ഇവർക്ക് ഇവിടെ എവിടെയെങ്കിലും സ്ഥലം കൊടുത്തേക്കണം. നമ്മളിങ്ങനെ അൺലീഷ് ചെയ്ത് ഇവിടെയാണ്. യു ക്യാൻ റൈഡ് ഹിയർ, നോ സ്പെഷ്യാലിറ്റി പോലും. പിന്നെ ഇവിടെ നമ്മൾ ഫ്രീ ആക്കി വിട്ടിട്ടുണ്ട്. കാര്യം ഇത് ഫുൾ ലോക്ക്ഡ് ആയതുകൊണ്ട് ഇതിൻ്റെ വെളിയിൽ ഇറങ്ങാൻ പറ്റില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇവിടെ വന്ന നമുക്ക് ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റോറേജ് ഏരിയ സൈഡിൽ സെറ്റാക്കാനുണ്ട്. ഏർപ്പാട് കുറച്ച് ചെയ്തിരുന്നു. അതിൻ്റെ ബാക്കി ഏർപ്പാടാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. സ്ലാബ് കട്ട സ്ലാബ് നമുക്ക് ഇത്ര സ്ലാബ് മതിയാവും. 36 മതിയല്ലേ? 36 മതിയാവുമല്ലോ. നമുക്ക് ഈ സ്ലാബ് അത്രയും, ഈ റൂഫാണ് നമുക്ക് ചെയ്യാനുള്ളത്. നമ്മൾ ബാക്കിയെല്ലാം ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഈ സൈഡും കുറച്ചുണ്ട്. എനിക്ക് ഈ നടുക്കുള്ള ബ്ലോക്ക് അവിടെ വല്ല ലൈറ്റ്സ് തരുന്ന ബ്ലോക്ക് വയ്ക്കാനാണ് പ്ലാൻ. ഓക്കെ, അയ്യോ അറ്റത്ത് വയ്ക്കാൻ പറ്റില്ല. അറ്റത്ത് വേറെ ഡിസൈനുണ്ട്. അങ്ങനെ നമ്മൾ ഈ സൈഡിലത്തെ ഫ്രണ്ട് വാള് ഇത് വെച്ച് കവർ ചെയ്യാം. നീ ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്നില്ലേ? കറക്റ്റ് പിന്നെ നല്ല മിക്കവാറും വീണ്ടും പോവേണ്ടി വരും മണ്ടയിലോട്ട്. എനിക്കിത് തികയുമോ നോക്കട്ടെ. ഇത് മതി, രക്ഷപ്പെട്ടു. അങ്ങനെ ഇതായിരിക്കും നമ്മളെ എൻട്രൻസ്. ഇവിടെ ആയിരിക്കും നമ്മൾ സ്റ്റോറേജ് ഏരിയ. 2 ബുഷൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് പൊട്ടിച്ചെടുത്ത് ഇവിടെ ആയിട്ട് കണ്ടോ എല്ലായിടത്തും. എന്നിട്ട് നമ്മൾ കുറച്ച് സ്റ്റെയർ കേസ് പണിയണമല്ലോ. നമ്മൾ പണിതിട്ട് വരാം. വെയിറ്റ് ബ്രോ. നമ്മളെ ഇല്ലാമക്കുട്ട എവിടെയാ? നമ്മളെ പേര് സജസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ നല്ലൊരു പേര് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അതങ്ങിടാം. സെക്കൻഡ്
നേരത്തെ ഇട്ട മൈക്കി അല്ലേ, മൈക്കിയുടെ ചേട്ടൻ്റെ പേരും കൂടെ. മൈക്കിയുടെ ചേട്ടൻ ആരാണെന്ന് കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യണം. രണ്ടുപേരെ ഞാൻ അടുത്ത വീഡിയോ മെൻഷൻ ചെയ്യുന്നതാണ്. സോ കമൻറ്റ് ഡൗൺ ബിലോ. കുറച്ച് മൈനിങ്ങിന് പോകേണ്ട ആവശ്യമുണ്ടല്ലോ. കിടന്നുറങ്ങേണ്ട നാളെ ഉണ്ട്. പിന്നെ ഈ ഡയമണ്ട് വെച്ച് ഞാൻ ഒരു പിക്കാക്സ് ഉണ്ടാക്കാണ്ടായിരുന്നു. പിന്നെ ഈ ഡയമണ്ട് കൂടുതലിട്ടാണ് ഞാൻ ഒരു കിടില വീഡിയോ കണ്ടുപിടിച്ച്. നേരെ ബെഡ്റോക്ക് വരെ മൈൻഡ് ചെയ്തിട്ട് നേരെ അങ്ങ് വിട്ട് പിടിച്ചാൽ അത് കുറേ ഡയമണ്ട് കിട്ടുമെന്നാണ് ഞാൻ ഒരു വീഡിയോ കണ്ടത്. ഞാൻ അപ്പോൾ അത് തന്നെ ചെയ്യും. അത് ഓഫ് ക്യാമറ വെച്ചാണ് നല്ലത്. മറ്റത് ഭയങ്കര പണിയാവും. പിന്നെ മൈക്കിന് പകരം പുതിയൊരു സാധനം തന്നെ നമ്മൾ പിടിച്ചിട്ടിട്ടുണ്ട്. എൻ്റെ പേര് ഞാൻ കമൻറ്റ് ബോക്സിൽ മറക്കല്ലേ. നിങ്ങളെ പേരുണ്ടെങ്കിലും ഇടാൻ കേട്ടെ. ഞാൻ എല്ലാം വൺ പീസുമായിട്ട് ബന്ധപ്പെട്ട വല്ല പേരും ഉണ്ടെങ്കിൽ അത് സജസ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾ താഴ്ത്തിയില്ലെങ്കിൽ ഞാൻ വല്ല പേരും ഇടുക. എന്നാലും കിടുക്കാച്ചി പേര് നിങ്ങൾക്ക് തോന്നാത്ത എനിക്ക് തോന്നണം കിടുക്കാച്ചി പേര്. ഞാൻ ഇത്ര മതിയാവൂല്ലേടാ? മതിയാവുമായി നമുക്ക് നോക്കാം. മതിയായില്ലെങ്കിൽ വീണ്ടും പോകാം അല്ലേ? മെയിനോട്ട് സമയം കിടക്കില്ല. നമുക്ക് നേരെ നമ്മൾ ക്രാഫ്റ്റ് ഉണ്ടാവുമ്പോൾ അടക്കണ്ട. 16 പോരെ, 16 യുദ്ധമില്ല. സോ ഗൈസ് നമുക്ക് വീണ്ടും മുകളിൽ പോകണമെങ്കിൽ ഇപ്പോൾ നമുക്ക് വച്ച് നോക്കിട്ട് 16 തികയുമെന്നറിയിക്കും. ഇനിയുടെ എൻട്രൻസ് വെട്ടണം. എൻട്രൻസ് വെട്ടി ചിട്ടപ്പെടുത്തിയാൽ മാത്രമേ കറക്റ്റ് ഇനി ഇതെത്ര ഇവിടെ ഒന്ന് വച്ചിട്ട് ഞാൻ ഇനി കുറേ വുഡ് വെച്ച് ജസ്റ്റ് ക്രാഫ്റ്റ് ചെയ്ത് ഇവിടെ അങ്ങ് ആക്കിയാണ്. അത്രയേ ഉള്ളൂ നമ്മളെ പരിപാടി. ഇങ്ങനെ നമ്മളെ റൂഫും ഇവിടെ നമ്മൾ ട്രാപ്പ് ഡോർ വെച്ച് ക്ലോസ് ചെയ്യുന്നതാണ്. ഇവിടെ ഒരു വലിയൊരു ബ്ലോക്ക് വെച്ചിട്ട് ഞാൻ ലൈറ്റ് കെട്ടണം. അതില്ല ലൈറ്റ് സോഴ്സ് ഇതായിരിക്കും നമ്മളെ ഇത് ഏത് സ്റ്റോറേജ് ആയിരിക്കും. ഇവിടെ കുറേ ചെസ്റ്റ് 2 ലെയർ ചെസ്റ്റ് വെച്ച് ഞാൻ പറഞ്ഞത് അങ്ങനെ ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ ഇനി ഞാൻ പിന്നെ വേറെ പ്ലാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പം അങ്ങോട്ട് പോട്ടെ. വെയിറ്റ് ഫോർ ഇറ്റ്. ഒരു വലിയ കൃഷിപ്പണി തുടങ്ങാണ്ട പ്ലാൻ ഇട്ടിട്ടുണ്ട്. ഇവിടെ ആയിട്ടൊരു കൃഷിപ്പണി വേണം. മൈക്കി പോലെ എടുത്ത പോകും. മൈക്കി ഓർമ്മ വരണം ഗൈസ്. ഞാൻ തിരികെ നമ്മൾ പ്ലാനെന്ന് പറയട്ടെ. ആ പ്ലാനെന്ന് പറയണത് ഈ ഏരിയ ഉണ്ട്. അപ്പുറത്തെ ഐലൻഡ് ഓർമ്മ ഉണ്ടല്ലോ, നമ്മൾ ഫസ്റ്റ് മരം വെട്ടി ഐലൻഡ്. ഈ ഐലൻഡിന് ഈ ഭാഗം കൊണ്ടാണ് നിങ്ങൾക്കൊന്നും തോന്നി. ഞാൻ അപ്പുറത്ത് കുറച്ച് പ്രോഗ്രസ് ആക്കി വെച്ചിട്ടുണ്ട്, കാണിച്ചു. നമ്മളപ്പുറത്തായിട്ട് നമ്മളൊരു കൃഷിപ്പണി തുടങ്ങാൻ പോകും. അതിന് വേണ്ടി ഇവിടെ അത്ര ഈ സൈഡ് എത്ര നിമത്തണം. ഏകദേശം കുറച്ച് നിമത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് കാണിച്ചു തരാം. ഇങ്ങ് പോയാൽ ശരിയാവില്ല. ഇവിടെയാണെങ്കിൽ പട്ടി ഇപ്പോൾ ഉണ്ടാകും, നോക്കണേ. പട്ടി ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു സെറ്റായി കൊള്ളാമല്ലേ? അത്ര നിമത്തി കാണാൻ വന്നു. ഞാൻ ഓഫ് ക്യാമറ ഇരുന്ന് കുറച്ച് മൈനിങ് നടത്തിയിട്ട് ശേഷം ഇത്രയും വീണ്ടും നിമത്താൻ പോകണം. അതിന് ശേഷം നമ്മളിവിടുത്തെ പെറ്റെല്ലാം കഴിഞ്ഞ്
നമ്മളെ ബേസാണ് നമ്മൾ പിന്നെ കാണാം. പിന്നെ നമ്മൾ മറ്റേ സ്റ്റോറേജ് ഏരിയ മാറ്റി അവിടെ വേറെ എന്തൊരു പണിയണമെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയൂ. കമൻറ്റ് ബോക്സ് തന്നെ അല്ല അല്ലേ? കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. കമൻറ്റ് ചെയ്യാതെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറയാത് എന്തവിടെ ചെയ്യണോ. ഇപ്പം ഞാൻ ഇതുവഴിയാണ് എൻട്രൻസ് ഒക്കെ ചെയ്യണം. ഇവിടെ ആയിട്ട് നമ്മളെ ബേസ് തരണം. ലാമക്കുട്ടൻ്റെ പേര് സജസ്റ്റ് ചെയ്യുക നമ്മൾ കമൻറ്റ് ബോക്സിൽ. നമ്മൾ ഇന്നെങ്ങനെ പരിപാടി ചെയ്യുന്നില്ല ഞാൻ മറന്നു. സോറി ലിറ്ററലി ഫോർഗോട്ട് ഇറ്റ്. ഞാൻ അവിടെ എൻട്രൻസ് ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇനി ഓഫ് ക്യാമറ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ മൈനിങ് ഏരിയ ഇതേപോലെ താഴെ കൊണ്ടിറക്കണം. ഓക്കെ, ഇത് കുറേ നേരത്തെ പണി. ഇതാണ് നമ്മൾ എൻട്രൻസ് വന്നിട്ട് ഇതാണ്. ഇതുവഴി നമ്മൾ എൻ്റർ ചെയ്യും. കൊള്ളാലോ, ഇഷ്ടപ്പെട്ടുള്ള മറ്റേ ലാമ ചാവാൻ കാരണം അവൻ്റെ ഹാർട്ട് അന്ന് കുറവായിരുന്നു. ഇവർ നല്ല ഹാർട്ടുണ്ട്, അതുകൊണ്ട് ഇവ ചാവത്തില്ല. നമ്മളിവിടെ ഇവിടെ രണ്ട് കുറച്ച് ചെസ്റ്റ് നമുക്ക് ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം. നല്ല പണിയുണ്ട്. പിന്നെ വീടിൻ്റെ പേരാരും സജസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് ഈ വീഡിയോയിൽ വീടിൻ്റെ പേരിടൽ ചടങ്ങാണ്. ആൻഡ് ഹിസ് നെയിം ഈസ് നമ്മൾ വൺ പീസിൽ സണ്ണി എന്നാണ്. അല്ല, സണ്ണി അതുണ്ട്. വേറെ എന്തെങ്കിലും പേര് പറയാം. നമ്മൾ ടോക്കിയോ റേഞ്ചേഴ്സിൽ മൈക്ക് ചത്തില്ലേ? ടോക്കിയോ മഞ്ചി ടോക്കിയോ ഹൗസ്. വേണ്ട നമുക്ക് മൈൻക്രാഫ്റ്റുമായിട്ട് വല്ല ബന്ധപ്പെട്ട പേര് വിട്ടാലോ? നമുക്ക് വെയിറ്റ്, ഞാനൊരു നല്ല പേര് പറഞ്ഞിട്ട് നല്ലൊരു പേര് പറയണേ നീയൊക്കെ. ഉബയാഷിക്ക് മനുഷ്യൻ ഉബയാഷിക്ക് മാൻഷൻ എന്നാണ് നമ്മൾ ഇതിന് പേരിട്ടിരിക്കുന്നത്. ജസ്റ്റ് ഇങ്ങനെ ഉണ്ട്, ഉബയാഷിക്ക് മാൻഷൻ. പേര് കുറച്ചുകൂടെ വലുതാക്കാൻ പറ്റും. ഉബയാഷിക്ക് മാൻഷനിലേക്ക് എവർക്കും വെൽക്കം. പിന്നെ ഇവനാണ് നമ്മുടെ സ്വന്തം. പേരിട്ടിട്ടില്ല, പേരിടും അപ്പം നിങ്ങൾ അറിഞ്ഞാൽ. പിന്നെ ഇവിടെ നമ്മളെ കൃഷിയൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പോൾ ഇത്ര ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. സോ ഗൈസ്, ഇറ്റ്സ് മീ സൈബർ സോൾ സൈനിങ് ഓഫ്. ടാറ്റാ, ബൈ ബൈ.